Hi, welcome to all. Today's topic is subject and predicate. നമുക്ക് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണെന്ന് നോക്കാം. When we make a sentence, we name some person or thing and say something about that person or thing. നമ്മൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യമായി ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പേര് കൊടുക്കും. പിന്നീട് ആ വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ എന്തെങ്കിലും പറയും. ദാറ്റ് ഈസ് വി മസ്റ്റ് ഹാവ് എ സബ്ജക്റ്റ് ടു സ്പീക്ക് അബൌട്ട് ആൻഡ് വി മസ്റ്റ് സേ ഓർ പ്രെഡിക്കേറ്റ് സംതിങ് അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ്. ഹെൻസ് എവരി സെൻറ്റൻസ് ഹാസ് ടു പാർട്സ്. ഫസ്റ്റ് വൺ, സബ്ജക്റ്റ്. The part which names the person or thing we are speaking about is called the subject of the sentence. Example, Seema sings a song. ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു ആ ഭാഗം സബ്ജക്റ്റ്. സെക്കൻഡ് വൺ, പ്രെഡിക്കേറ്റ്. The part which tells something about the subject is called the predicate of the sentence. സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതാണ് predicate. The subject of the sentence usually comes first, but occasionally it is put after the predicate. Example, sweet are the uses of adversity. ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് സാധാരണയായിട്ട് ആദ്യമാണ് വരുന്നത്, എന്നാൽ ചില അവസരങ്ങളിൽ അത് പ്രെഡിക്കേറ്റിന് ശേഷവും യൂസ് ചെയ്യും. ഇൻ ഇമ്പരറ്റീവ് സെൻറ്റൻസസ് ദ സബ്ജക്റ്റ് ഈസ് ലെഫ്റ്റ് ഔട്ട്. എക്സാമ്പിൾ, സിറ്റ് ഡൗൺ. ഹിയർ യു അണ്ടർസ്റ്റുഡ്. ഇമ്പരറ്റീവ് സെൻറ്റൻസുകളിൽ സാധാരണയായി സബ്ജക്റ്റ് ഉപയോഗിക്കാറില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.